ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ മഴവെള്ളപ്പാത്തിയാണ്, വാട്ടർ റെയിൻ ഗട്ടർ. അപ്പോൾ ഇതിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു അക്വേറിയം എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 13 ഇഞ്ച് നീളവും 6 ഇഞ്ച് വീതിയുമുള്ള ഒരു വാട്ടർ റെയിൻ ഗട്ടറാണ്. ഇനി അത് നമുക്ക് ഒരു 6 ഇഞ്ചിൻ്റെ എൻഡ് ക്യാപ്പ് വെച്ച് ക്ലിയർ സിൽക്കിന് ഉപയോഗിച്ചൊന്ന് പശ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കണം, ലീക്കേജ് ഒന്നും ഇല്ലാതെ. സിലിക്കോൺ തൂത്ത എൻഡ് ക്യാപ്പ് നമുക്ക് പാത്തിയുടെ ഒരു സൈഡിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ടൈറ്റ് ഉണ്ടാവും, അതൊന്ന് നമുക്കൊന്ന് തട്ടി എല്ലാ സൈഡും ഒരുപോലെ കയറ്റി ഒന്ന് ഉറപ്പിച്ച് കൊടുക്കണം. വേറെ സ്ക്രൂവും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി ആ കട്ടിയായിട്ടിരിക്കുന്ന പശയെല്ലാം നമുക്ക് വിരലൊന്ന് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തൂത്ത് ഒന്ന് ഒതുക്കി കൊടുക്കാം. ഇനി നമുക്ക് എൻഡ് ക്യാപ്പിന്റെ പുറം സൈഡിലും പശ ഇട്ട് കൊടുക്കണം. കാരണം ലീക്കേജ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇതിന്റെ ജോയിന്റ് വരുന്ന എല്ലാ സ്ഥലത്തും തന്നെ നല്ലപോലെ സിലിക്കൺ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എൻഡ് ക്യാപ്പ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ഗ്ലാസ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അത് 4mm ഗ്ലാസ് ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പാത്തിക്കകത്തേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഈ പാത്തിയുടെ എൻഡിലായിട്ട് എഡ്ജിൽ ഒരു ചെറിയ തടിപ്പുണ്ട്. അതുകൊണ്ട് ഗ്ലാസ് പുറത്തോട്ട് തള്ളിപ്പോകുന്നുള്ള പേടിയും വേണ്ട, ഗ്ലാസ് അങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ. ഇനി ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് സിലിക്കൺ അടിച്ചു കൊടുക്കാം. ഗ്ലാസിൻ്റെയും എല്ലാ വശത്തും ലീക്കേജ് ഒന്നും വരാതെ നല്ലപോലെ സിലിക്കൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗ്ലാസിൻ്റെ എഡ്ജിലൊരു സെല്ലോ ടേപ്പോ ഇൻസുലേഷൻ ടേപ്പോ പേപ്പർ ടേപ്പോ എന്തെങ്കിലും ഒരെണ്ണം ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ്. കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് സിലിക്കൺ ഗണ്ണ് ഉപയോഗിച്ച് പശ ഇടാൻ പറ്റത്തില്ല. കൈയിട്ട് പശ തൂത്ത് കൊടുക്കണം. അപ്പം കൈ മുറിയാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലൊരു ടേപ്പ് എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക.
ഇപ്പോൾ നമ്മൾ അക്വേറിയത്തിൻ്റെ എല്ലാ ജോയിൻറ്റിലും പശ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അത് നല്ലപോലെ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പശ നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ലീക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് അക്വേറിയത്തിലേക്ക് കുറച്ച് അക്വേറിയം സ്റ്റോൺസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.